അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒളിച്ചോടിപ്പോയ സൗദിയുടെ അനിയത്തി ഹസീനയുടെ സ്ഥിതി ഇപ്പോൾ അതാ ഏറെക്കുറെ മെച്ചപ്പെട്ടു എന്ന് തന്നെ പറയാം. മെച്ചപ്പെടുക എന്നെന്ന് വെച്ചാൽ അവളുടെ കഴുത്തിലും കൈകളിലും ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഓരോന്നോരോന്നായി കുറഞ്ഞു തുടങ്ങി. ഹസീന, നീ എന്താ വള ചോദിച്ചിട്ട് തരാട്ടെ? അതെ, ഇനി അതിനകത്തൊന്നുമില്ല, ഒക്കെ കഴിഞ്ഞു. നീ എന്ത് കരുതിയിട്ടാ പിന്നെ എൻ്റെ കൂടെ പോകുന്നത്? നിനക്കറിയില്ല എനിക്ക് കൂലിയും വേലൊന്നും ഇല്ല എന്നുള്ളത്. പിന്നെ വീട്ടിലെ അമ്മനെയും അച്ഛനെയൊക്കെ ഞാൻ ഒറ്റപ്പെടുത്തിയിട്ടാണ് പോന്നിട്ടുള്ളത്, നിനക്ക് വേണ്ടി മാത്രം, നിൻ്റെ കൂടെയുള്ള ജീവിതത്തിന്. പക്ഷേ നീ എന്താ ഇപ്പോൾ ഇത്ര വാശി പിടിക്കുന്നത്? അതെ, ഇനിയിപ്പോൾ ഈ വള കൂടി ഊരി എൻ്റെ കൈമേൽ എന്താ ഉണ്ടാകുക? അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് നമ്മുടെ സുഖജീവിതമല്ലേ പ്രധാനം. ആ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ പുറപ്പെട്ടിട്ടുള്ളത്. എന്താ ഹസീന നീ ഇങ്ങനെ? അതെ, ഇനി എന്നോട് കൂടുതൽ ഒന്നും ചോദിക്കരുത്. ഇതുകൂടി തരുന്നുണ്ട്, ഇനി ചോദിക്കരുത് കേട്ടാ. ഇനി കഴുത്തിലാകെ ഒരേ ഒരു മാലയും ഇനി ഒരു വളയോ ഉള്ളൂ. എൻ്റെ കൈകളിലൊക്കെ എത്ര വളയൊക്കെ ഉണ്ടായിരുന്നു, പാദസരം ഒക്കെ ഓരോന്നോരോന്നായി. എൻ്റെ പെണ്ണെ, നമ്മളിപ്പോൾ നല്ല ലക്ഷറി ഹോട്ടലിലാണ് ജീവിക്കുന്നത്. ഈ ലക്ഷറി ഹോട്ടലിൽ ഈ ഒരു നക്ഷത്ര ഹോട്ടലിൽ ജീവിക്കുമ്പോഴേ വെറും 5ഉം 10ഉം കൊടുത്താൽ പോരല്ലോ, ലക്ഷങ്ങൾ വേണ്ടേ? എന്താ ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങണോ? അല്ലെങ്കിലും ഇനി ഹോട്ടലിൽ അധികം പണി നടക്കും തോന്നുന്നില്ല. ഇനി നമ്മൾ വേറൊടത്തേക്ക് ഇറങ്ങേണ്ടി വരും. ഇനി എൻ്റെ കൈകളിലുള്ളത് ഈ ഒരു വളയും ഈ മാലയും പാദസരവും അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഊരൂലാന്ന്. അത് പറഞ്ഞിട്ട് പറ്റില്ലല്ലോ മോളെ. നമ്മുടെ ജീവിതം നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കാന്നുണ്ടെങ്കിലേ നീ നല്ല രീതിയിൽ എന്നോട് സഹകരിച്ചാറല്ലേ. അതല്ല, ഇനി എനിക്ക് വല്ല ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിലും കുഴപ്പമില്ല. ഇനി കിട്ടിയാൽ തന്നെ ഈ ഒരു കുറഞ്ഞ രീതിയിലുള്ള സാലറി കൊണ്ടൊക്കെ ജീവിക്കാൻ ഒക്കുമോ? നീ നല്ല അടിപൊളി ജീവിതമല്ലേ നയിച്ചിരുന്നത്, അപ്പം നിന്നെ കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. എന്നാൽ സൗദിയുടെ അനിയത്തി ഹസീന അല്പം മൗനം പാലിച്ചു. അതെ, ഇനി തരൂലട്ടോ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഇതാ. അപ്പോൾ തന്നെ അവൾ ആ വളയും കൂടി ഊരി അവൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തു. അത് കൊടുക്കുമ്പോൾ അവളുടെ നെഞ്ച് പൊട്ടുന്ന പോലെയായിരുന്നു. അതെ, പിന്നുണ്ടല്ലോ, ഇനി തരില്ല, ഇനി ചോദിക്കരുത്. എനിക്കിപ്പോൾ വേണ്ടിയില്ലായിരുന്നു തോന്നുകയാണ്. എന്തേ, എന്നെ മടുത്തോ നിനക്ക്? എന്താ പെണ്ണെ നീ ഇങ്ങനെ പറയുന്നത്? നീയല്ലേ എന്നോട് ഇതിനു വേണ്ടി മുൻകൂട്ടി പറഞ്ഞത്, നമുക്ക് എങ്ങോട്ടും പോവുക എന്നൊക്കെ പറഞ്ഞത്? സത്യം പറ, പോലീസ് കേസ് ഭയന്നല്ലേ നീ എന്നോട് അങ്ങനെ പറഞ്ഞത്? അപ്പോഴല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത് എടുക്കാനുള്ളതൊക്കെ എടുത്തോന്നൊക്കെ. അപ്പം നീ എല്ലാം കൊണ്ട് പോവുകയും ചെയ്തു. പിന്നെ ക്യാഷൊക്കെ ലക്ഷങ്ങൾ കഴിയാനൊന്നും ഒരു പണിയില്ല. പിന്നെ ഈ ഒരു ഹോട്ടലിൻ്റെ ചാർജ് എത്ര അറിയോ? ആദ്യ ഹോട്ടലിൽ അതിനേക്കാളും ചാർജ് ആയിരുന്നു, അതൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ നിന്നും വേറൊരു ചെറിയ ഹോട്ടലിലേക്ക് പോവുക എന്ന് വെച്ചാൽ ചാർജ് കുറയുന്നതിനനുസരിച്ച് സൗകര്യം കുറയും. എന്താ നിൻ്റെ പ്ലാന്? അതോ ബാക്കിയുള്ള സ്വർണം കൂടി ഒന്നായിട്ട് വിറ്റിട്ട് ഇവിടെ കുറച്ച് ദിവസം കൂടി നിൽക്കുകയെ, അത് കഴിഞ്ഞിട്ട് പിന്നെ പോവേ? എന്താ വേണ്ടത്? നീ പറയുമ്പോൾ തന്നെ ഞാൻ നിൽക്കുള്ളൂ. അല്ലാതെ എടി, എനിക്കൊരു ടെൻഷനുണ്ട്. എന്ത് ടെൻഷൻ? എൻ്റെ അമ്മയച്ചും പാവം, അവരെന്നെ. ഓ, നിനക്കിപ്പോൾ അതാണ് ടെൻഷന്. ഞാൻ ഇവിടെ വിട്ടു പോയാൽ പിന്നെ എന്നെ ഉറപ്പാണ് പോലീസ് കൊണ്ടുപോകും ജയിലിലേക്ക്. എല്ലാ വിചാരങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും എനിക്ക് കേസും കുറ്റവും ഉണ്ടാവും. കാരണം ഞാനാണ് എൻ്റെ ഇത്താത്തയുടെ ഫോൺ ഒളിപ്പിച്ചു വെച്ചതും അവരുടെ ക്യാഷ് എല്ലാം അടിച്ചു മാറ്റുന്നതും. എനിക്ക് നന്നായിട്ടറിയാം. നവാസ് ഖാൻ്റെ ഷോപ്പത്തെ ക്യാഷ് ഇന്നലെയും വന്നിട്ടുണ്ട് ഇതിലേക്ക്. എന്നാൽ അത് അവൾക്ക് ഒരിക്കൽ പോലും അവനോട് പറഞ്ഞില്ല. ഇതിലേക്ക് ക്യാഷ് വന്നതറിഞ്ഞാലേ അവൻ എന്നെ വീണ്ടും വീണ്ടും നിർബന്ധിപ്പിക്കും. പക്ഷേ അവൾ ആ വള, അതെ ആ വളയങ്ങ് തന്നെ. എന്തേ? പകരം ഞാൻ ക്യാഷ് തരാം. ഓ, അപ്പം മുതലാളിച്ചിയാണ്. ഞാൻ മുതലാളിച്ചിയുടെ കൂടെ കൂടിയത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ തന്നെ അവൾ ആ റൂമിൻ്റെ വാടകയ്ക്ക് വേണ്ടിയിട്ടും ബാക്കിയുള്ളതിന് വേണ്ടിയിട്ട് 1,00,000 രൂപ അവൻ്റെ അക്കൗണ്ടിലേക്ക് വിട്ടുകൊടുക്കുന്നു. 1,00,000 പോകുന്നില്ല കേട്ടോ, ഇപ്പം 50 പിടിക്ക്, ബാക്കി നാളെ. എൻ്റെ പെണ്ണെ, നീ എൻ്റെ മുത്താണ്. സത്യം പറഞ്ഞാൽ നിൻ്റെ കൂടെയുള്ള ജീവിതം അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇന്ന് നല്ല അവിടെ ഡാൻസ് ഉണ്ട്, നല്ല ബാറിൽ ഡാൻസ്, അടിപൊളി ഡാൻസാണ്. എന്താ അടിപൊളി സുന്ദരി മണികൾ അവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ടോ? നമുക്ക് ഇവിടെ പോയി കളിക്കാം, പക്ഷെ അതിന് വേണ്ടിയിട്ട് ക്യാഷ് കൊടുക്കണം.
എന്താ നീ റെഡിയാണോ? എന്നാൽ അത് കേട്ടപ്പോൾ ഹസീനക്ക് എങ്ങനെയുണ്ടാകും? നീയൊക്കെ ആ നൈറ്റ് ഡ്രസ്സിലൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും. എന്താ നീ പോരുന്നോ? നമുക്കൊന്ന് പോയി നോക്കിയാലോ? നമുക്കൊന്ന് അടിപൊളി ജീവിതമല്ലേ, ഉള്ള സമയത്ത് കിട്ടുമ്പോൾ നല്ല രീതിയിൽ ആഘോഷിക്കുക, ഉള്ളപ്പോൾ ഉള്ള പോലെ ഇല്ലാത്തപ്പോൾ ഇല്ലാത്ത പോലെ. എന്താ നീ പോരുന്നില്ലേ? എന്നാൽ ഹസീനക്ക് ചെറിയൊരു അത് അത് വേണോ? അതിനെന്താ? നീ ഓക്കെ ആണെങ്കിൽ ഞാനും ഓക്കെ. വാ, ക്യാഷ് കൊടുക്കണം, നമുക്ക് വാടക കൊടുക്കാനുള്ള ക്യാഷ് നാളെ കൊടുക്കാം, ഇന്ന് ഇതുകൊണ്ട് ബാറിൽ പോകാം. അവർ രണ്ടുപേരും അത് തീരുമാനിക്കുന്നു. എന്നാൽ ഹസീനക്ക് അത് ഒത്തിരി ഇഷ്ടമായി. കാരണം മറ്റൊന്നുമല്ല, പല ആണുങ്ങളുടെയും കൈ പിടിച്ച് വട്ടം കറങ്ങി ഡാൻസ് കളിക്കാം, അതാണ്. അതിനിടയ്ക്ക് മദ്യപിക്കുന്നവർ അങ്ങനെയും. അതൊന്നുമില്ലെങ്കിലും എന്നാലും എത്രയെത്ര സുന്ദരന്മാരായ കോടീശ്വരന്മാരായ ആളുകളുടെ ഇടയിൽ ഡാൻസ് കളിക്കുകയും അവരുടെ ഇടയിൽ ഇങ്ങനെ സംസാരിച്ച് ചിരിച്ച് കളിക്കുകയും ചെയ്യാം, അതാണ് ലക്ഷ്യം. എന്നാൽ ഹസീന അതിനു വേണ്ടി ഒരുങ്ങുകയാണ്. പിന്നെ എനിക്ക് ചെറിയ ഡ്രസ്സൊന്നുമില്ല, ഞാനിങ്ങനെ ഈ ഡ്രസ്സ് ഇട്ട് വരിക, വാ നമുക്ക് പർച്ചേസിങ്ങിന് പോവാം. അങ്ങനെ അവർ ബാറിലേക്ക് ഡാൻസ് കളിക്കുവാൻ പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഡ്രസ്സുകൾ വാങ്ങുന്നു. വിലപിടിപ്പുള്ള ഷോപ്പിംഗ് കഴിഞ്ഞു. ഇതെങ്ങനെയുണ്ട്? ശരിക്കും നീ ഒരു മാലാഖ തന്നെ. അതെ, വളരെയധികം തിളക്കമുള്ള, കൈയില്ലാത്ത, ഇറക്കമില്ലാത്ത, ശരീരത്തിൻ്റെ പകുതി ഭാഗം മുഴുവനായിട്ട് കാണുന്ന ഒരു ഡ്രസ്സ്. ശരിക്കും അതിട്ടപ്പോൾ അവൻ അവളെ തുറച്ചു നോക്കി. ഓ, ഒടുക്കത്തെ സൗന്ദര്യമാണല്ലോ ഹസീന നിനക്ക്. നീ സത്യം പറഞ്ഞാലേ അവിടെയൊന്നും ജനിക്കേണ്ടതായിരുന്നില്ല, നീ വല്ല അമേരിക്കയിലൊക്കെ ജനിക്കേണ്ടതായിരുന്നു. അവൻ അവളെ നന്നായിട്ട് സോപ്പിടുകയും ചെയ്തു. അങ്ങനെ രണ്ടാളും കൂടി ആ ബാറിലേക്ക്, ഡാൻസ് ബാറിലേക്ക് പോവുകയാണ്. എന്നാൽ ഹസീനയെ കണ്ടപ്പോൾ പലരുടെയും ശ്രദ്ധ അവളുടെ നേർക്കായി. എന്നാൽ അതവൻക്ക് തീരെ പറ്റിയില്ല. അവൻ ഒരു നിമിഷം, ഹസീന എന്താ എന്താ നീ ഇങ്ങനെ ഒച്ചയുണ്ടാക്കുന്നത്? നീ ഇങ്ങ് വന്നേ. എന്താ? അതെ, നിന്നെ പിടിക്കുന്നതും തൊടുന്നതും കണ്ടില്ല നീയെ. അതെന്താ? ഇവിടെ പിന്നെ ഡാൻസ് ബാർ അല്ലേ, എല്ലാവരുടെയും കൂടെ ഇങ്ങനെ വട്ടം കറങ്ങി ഡാൻസ് കളിക്കാലോ. അതെനിക്ക് ഇഷ്ടമല്ല. ഹസീന മാറി നിൽക്ക്. എന്നാൽ അവൻ്റെ ആ ദേഷ്യപ്പെടൽ അവൾക്ക് തീരെ അങ്ങ് പറ്റിയില്ല. പിന്നെ എന്തിന് ഇത്രയും വിലപിടിപ്പുള്ള ഡ്രസ്സൊക്കെ കൊടുത്ത് ഇങ്ങോട്ട് വന്നത്? നിന്റെ കൂടെ പോന്നോ? നിനക്ക് വലിയ മർമ്മാണല്ലേ. അതെ, അതെനിക്ക് ഇഷ്ടമല്ല. എല്ലാവരും നിന്നെ തൊടുക, പിന്നെ ഞാനും നിന്നെ തൊടുക. അതിനോട് എനിക്ക് താല്പര്യമില്ല. ഒന്നെങ്കിൽ അവരല്ലേ ഞാൻ, അല്ലെങ്കിൽ ഞാൻ നിന്നെ. എന്താ നീ ഇങ്ങനെ? എന്താ എന്നെ ഉപേക്ഷിച്ച് പോകുന്നാണോ? അങ്ങനെയാണെങ്കിൽ പോയിക്കോ, എനിക്ക് പേടിയൊന്നുമില്ല. പണമുണ്ടെങ്കിലേ എവിടെ നടക്കാം, ഒരാളെ പേടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ അത് കേട്ടപ്പോൾ അവൻ്റെ മനസ്സ് ഒരു നിമിഷം പതറിപ്പോയി. പെണ്ണ് നല്ല ജാതി തന്നെയാണ്. അതെ, അവളെ വിട്ട് കഴിഞ്ഞാൽ, അവളെ പിടിച്ചു കഴിഞ്ഞാൽ അവൾ ഈ സമയം ജയിലിലായിരിക്കും. എന്നാൽ അതിനു മുമ്പ് ഞാൻ അവളെ കൊണ്ടുവന്നും ചെയ്തു. ഇപ്പം ഞാൻ പറയുന്നത് പോലും അവൾ അനുസരിക്കുന്നില്ല. എന്നാൽ വീണ്ടും അനീഷ് അവളെ നോക്കുന്നു. എന്തിങ്ങനെ അനീഷ് നോക്കുന്നത് ഇത്രമാത്രം? പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ട്, അവരുടെ കൂടെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ അഴിഞ്ഞടങ്ങിൽ മാത്രമേ ഈ പൈസ മുതലാവുള്ളൂ. ഇത്രയും ക്യാഷ് കൊടുത്തതിനകത്തേക്ക് എന്തിനാ കയറിയത്? എന്തായാലും കുഴപ്പമില്ല, പക്ഷേ നിന്നെ മറ്റുള്ളവരെ തൊടുന്നും പിടിക്കുന്നതും അതെനിക്ക് സഹിക്കുന്നില്ല. ശരിക്കും അനീഷിൻ്റെ ആ ഒരു ചിന്താഗതി അവളുടെ മനസ്സിനെ വല്ലാതെ അങ്ങ് ദേഷ്യം പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒറ്റൊന്നിനെ കൂടെ കൂട്ടായ നല്ലത്, ഒക്കെ ചതിയന്മാരെ കണ്ടില്ലേ. അതൊന്നും പറ്റും. എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ പാറി പറക്കണം, ആരുടെ കൂടെ ആയാലും കുഴപ്പമില്ല. എനിക്ക് എങ്ങനെ വെച്ചാൽ ജീവിക്കണം. ആണുങ്ങൾ തൊടുന്നതിനും ഒന്നും എനിക്ക് പ്രശ്നമില്ല, നോ പ്രോബ്ലം. എന്നാൽ അന്ന് ഡാൻസും പാട്ടും എല്ലാം കഴിഞ്ഞ് ശരിക്കും അവൾ അവിടെ തളർന്ന് വീണിരുന്നു. അവൻ ഒരു നിമിഷം, ഡീ ഹസീന എണീക്ക്. ഹസീന, എന്തടി നീ കഴിച്ചത്? സത്യം പറ, നീ എന്താ കഴിച്ചത്? നിന്നോട് ഞാൻ പറഞ്ഞോ ഇതൊക്കെ? എന്നാൽ അവൻ ഉള്ള ശക്തിയിൽ അവളെ താങ്ങിക്കൊണ്ടു പോകുന്നു. എടുത്തുകൊണ്ട് പോടോ, ഇവിടെ ടൈമായി. ടൈം കഴിഞ്ഞാൽ ഇവിടെ ക്ലോസ് ചെയ്യണം. വാടക, ഒരു ദിവസത്തെ വാടകൻ്റെത് കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് ടീമിനുള്ളതാണ്. എന്നാൽ അവൻ എങ്ങനെയൊക്കെയോ അവളെ പിടിച്ചു വലിച്ചേ. ഇവളെന്തോ വേണ്ടാത്തതെന്തോ കഴിച്ചെന്ന് തോന്നുന്നു. എന്താന്നാവോ? ഹസീന, നീ എന്താ കഴിച്ചത്? എനിക്കറിയില്ല. ശരിക്കും അവളുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അവന് വെറുപ്പാണ് തോന്നിയത്. എന്നാൽ അവനും അവിടെ തന്നെ നിന്നു. എന്നാൽ സെക്യൂരിറ്റി പറയുന്നു, അതെ, ഒന്ന് എടുത്തുകൊണ്ട് പോകുക. എന്താ ഇതിങ്ങനെ? ഞങ്ങൾക്കിവിടെ അടക്കാനുള്ള സമയമായി. എങ്ങനെയൊക്കെയോ അനീഷ് ഹസീനയെ പിടിച്ച് വലിച്ചു. വേണ്ടാത്തത് തലയിൽ വെച്ചു. എന്നെ പറഞ്ഞാൽ മതി, എൻ്റെ അമ്മയും അച്ഛനൊക്കെ വീട്ടിൽ നിന്ന് അവർ പ്രാർത്ഥിക്കുന്നുണ്ടാവും, ആ പ്രാർത്ഥനയുടെ ഫലമായിരിക്കും. എന്തിനാ അവൾ? പണമുണ്ട്, ശരിയാണ്,
പക്ഷേ ഇത്തരത്തിലൊരു സ്വഭാവമുള്ള ആളെ ഛേ വേണ്ടായിരുന്നു. അനീഷ്, അവൾ വിളിച്ചു. എനിക്ക് കുറച്ച് വെള്ളം, ദാ വെള്ളം, ഇന്ന് നമുക്ക് പോവല്ലേ? അങ്ങനെ അത് എങ്ങനെയൊക്കെയോ ഒരു ഓട്ടോ വിളിച്ച് റൂമിലേക്ക് പോയി, നക്ഷത്ര ഹോട്ടലിലേക്ക്. എന്നാൽ ആ ഓട്ടോ ഡ്രൈവർ ചോദിച്ചു, അതെ, തിരിയാത്തൊരു ഭാഷയിൽ, ഡാൻസ് ബാറിൽ പോയി വരികയാ ശരിക്കും? ആ എന്ന് അവനൊരു മറുപടിയും പറഞ്ഞു. അങ്ങനെ അതാ ആ നട്ടപ്പാതിരാക്ക് അവളെയും പിടിച്ചു വലിച്ച് അവൻ അതാ ഓട്ടോക്കുള്ള പണവും കൊടുത്ത് നേരെ ലിഫ്റ്റിൽ കയറി അവളെ ബെഡിലേക്ക് തള്ളിയിട്ടു. ഹസീന അബോധാവസ്ഥയിൽ തന്നെ. ശരിക്കും അവളുടെ കിടപ്പ് കണ്ടപ്പോൾ അവന് ദേഷ്യവും സങ്കടവുമാണ് വന്നത്. വീട്ടിൽ അമ്മയുടെയും അച്ഛൻ്റെയും ആ മുഖവും മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. എന്തിനായിരുന്നു ഇത്രയും എന്നേക്കാൾ വയസ്സിന് മൂത്ത ഈ പെണ്ണുമായി ഞാൻ എൻ്റെ വീട് വിട്ട് എന്തിനാ പോകുന്നത്? അവളുടേതായിട്ടുള്ള ഹേയ്, ഇനിയിപ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ല. അവനും അതാ അവളുടെ അടുത്ത് കിടന്നു. അവൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ, വീട്ടിലെ കാര്യങ്ങൾ. ഒരു പക്ഷേ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും, പോലീസ് അറിഞ്ഞാൽ തന്നെ എന്നെ പിടിച്ച് കൊണ്ടുപോകുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഹസീന, ഇവരുടെ കാര്യം എന്തായിത്തീരും അതെനിക്കറിയുന്നില്ല. അവളല്ലെങ്കിലും നേരെ ജയിലിലേക്ക് തന്നെ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ അവനെ ശക്തമായി അടിക്കുന്നുണ്ട്. അനീഷ്, എനിക്ക് വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും കൊണ്ടുതാ, എനിക്ക് വിശന്നിട്ട് വയ്യ. ശരിക്കും അതാ നട്ടപ്പാതിരാക്കാണ് അവരുടെ ആ ഒരു കരച്ചിലും വിളിച്ചിലും. അവൻ നേരെ ആ കിച്ചണിലേക്ക് പോയി. 2 ദിവസം മുമ്പുള്ള ആ ഒരു ബ്രെഡ്, പിന്നെ ഫ്രിഡ്ജിൽ വെച്ച കുറച്ച് മന്തി എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ എല്ലാം റെഡിമെയ്ഡ് ഫുഡല്ലേ? നിനക്ക് ബ്രെഡ് വേണോ? ബ്രെഡ് നിന്റെ തന്തക്ക് കൊണ്ടുപോയി കൊടുത്തോ? ശരിക്കും അനീഷിനോട് അത് പറഞ്ഞപ്പോൾ അവനാകെ ഞെട്ടിപ്പോയി. ദേ, എൻ്റെ തന്തനും തള്ളനും നീ പറയാൻ നിൽക്കരുത്. നിൻ്റെ കൂടി പോകുന്നത് ശരി തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽ വിളിഞ്ഞുണ്ടെങ്കിലുണ്ടല്ലോ, ഒരൊറ്റ അടിക്കാൻ നിന്നെ ഇല്ലാതാക്കും, മനസ്സിലാക്കിക്കോ. എനിക്ക് വിശന്നിട്ട് വയ്യ അനീഷ്, എന്തെങ്കിലും ഒന്ന് കൊണ്ടുതാ. എന്താടി നിനക്ക് വല്ലാതെ ഇളക്കണ്ടോ? നീ എന്തിനാ ഡാൻസ് ബാറിൽ പോകാറുന്നത്? എന്താടി നിനക്ക് അവർ തന്നത്? സത്യം പറ. ഞാനൊന്ന് മാറിയപ്പോഴേക്കും നീ എന്നോട് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞത്? ഇവിടെ എല്ലാവരുടെയും കൈ പിടിക്കാം, എല്ലാവരുടെയും കൈയും പിടിച്ച് വട്ടം കറങ്ങാം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇത്രയും ക്യാഷും കൊടുത്ത് എന്തൊക്കെയായിരുന്നു, എന്നെ പുച്ഛമായിരുന്നല്ലോ. സത്യം പറ, നീ എന്തെങ്കിലും കഴിച്ചോ വേണ്ടാത്തത്? എന്തൊക്കെയോ എടുത്ത് കഴിച്ചു, എനിക്കറിയില്ല. അവരെനിക്ക് തന്നോ, ഞാൻ എനിക്കറിയില്ല. നന്നായി, നിനക്ക് ലഹരിയാണ്. ലഹരി മൂത്തതാണ് നിനക്ക്. നീ പോടാ അനീഷേ, നിന്റെ പാട്ടിന്. നീ എൻ്റെ കാല് നക്കാൻ നിന്നെ പറ്റൂല. അത്രക്കും അടിമയാടാ നീ. ശരിക്കും അവൾ ലഹരിയിലാണോ, ശരിക്കാണ് വിളിച്ചു പറയുന്നതെന്ന് അറിയുന്നില്ല. അനീഷിന് ആകപ്പാട് അസ്വസ്ഥത അനുഭവപ്പെട്ടു. വീട്ടിലേക്കങ്ങ് പോയാലോ, ട്രെയിൻ കയറി അമ്മയുടെയും അച്ഛൻ്റെയും കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാലോ? പക്ഷേ ഈ ദ്രോഹി എൻ്റെ കൂടെ കൂടിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, എനിക്കങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ. ഇനിയിപ്പോൾ കണ്ടാൽ തന്നെ പോലീസ് പിടിക്കും, ഇവളെയും പൊക്കാൻ പറയും. എന്നാലും എൻ്റെ കൂടെ ഉണ്ടാവും. ഒന്ന് ഇട്ടെറിഞ്ഞങ്ങ് പോയാലോ? അപ്പോൾ ഇവൾ കംപ്ലൈൻറ്റ് കൊടുക്കും. എന്താ ഇപ്പം ഞാൻ ചെയ്യുക? വല്ലാത്ത അവസ്ഥ. എന്നാൽ അതാ അവൾ വീണ്ടും അനീഷിനെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു. അവൻ എന്തൊക്കെയോ ബ്രെഡെല്ലാം ചൂടാക്കി ഓംലേറ്റൊക്കെ അടിച്ചത് കൊണ്ടുപോയി കൊടുത്തു. എന്നാ കഴിക്ക്. അവളൊരു ഭ്രാന്തിയെപ്പോലെ അതൊക്കെ പിടിച്ചു വലിച്ച് കഴിച്ച് ആ പ്ലേറ്റ് അങ്ങ് താഴിട്ട് എറിയുകയും ചെയ്തു. ശരിക്കും തൻ്റെ തലക്കൊരു ബാധ്യതയാണ്, പക്ഷേ പണം മുഴുവൻ അവളുടെ കയ്യിലാണ്. എല്ലാ പണവും അവളുടെ കയ്യിലാണ്. അവൾക്ക് ദിനം പ്രതി വരുന്നുണ്ട് ക്യാഷ്. അതുകൊണ്ട് അവൾ ദൂർത്താടുകയാണ്. അവൾ എന്നെ വരെ ചവിട്ടി പുറത്താക്കുകയാണ്. ഒരു കണക്കിന് നേരം വെളുത്തു. സത്യം പറഞ്ഞാൽ അവന് എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ. അത് ട്രെയിനിലങ്ങ് കയറി പോയാലോ? ഒന്നും വേണ്ട, അറിയാത്ത രീതിയിൽ ഇതിനൊക്കെ എടുത്ത് തലയിൽ വെച്ച് ഇപ്പോൾ എനിക്കാണ് പണി വരുന്നത്. എന്തൊക്കെയോ. എന്നാൽ ഈ സമയം അതാ ഡാൻസ് ബാറിൽ നിന്നും 2 ആളുകൾ അതാ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവൻ അതാ ഫുഡ് വാങ്ങുവാൻ വേണ്ടി പുറത്തേക്ക് പോയ സമയത്ത്, ശരിക്കും അവൻ വന്ന സമയത്ത് ആ ഒരു നക്ഷത്ര ഹോട്ടലിൻ്റെ ആ ഫ്രണ്ടിലെ ഭാഗത്ത് 2 ആളുകൾ ഇരിക്കുന്നതായിട്ടാണ് കണ്ടത്. കണ്ടാലൊരു ഇംഗ്ലീഷ് ലുക്കൊക്കെ. അവൻ ഭക്ഷണവുമായി വരുന്ന സമയത്ത് ശരിക്കും ആ കാഴ്ച കണ്ട് ഞെട്ടി. അതാ അവൾ അവരുടെ ഇടയിൽ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ശരിക്കും അവന് എന്ത് ചെയ്യണം, എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥ. ആ ഭക്ഷണപ്പൊതിയുമായി അനീഷ് വന്ന സമയത്ത് അവർ 3 പേരും ചിരിച്ച് കളിച്ചിരിക്കുകയാണ്. ഒരാൾ സിഗരറ്റ് വലിക്കുന്നുണ്ട്, മറ്റാൾ എന്തോ കുടിക്കുന്നുണ്ട്.
അവളാണെങ്കിൽ അതിനിടയിൽ ചെറിയ ഡ്രസ്സും ഇട്ട് പൊട്ടിച്ചിരിച്ചിരിക്കുന്നുണ്ട്. ഒരു നിമിഷം അവനിക്ക് എന്ത് ചെയ്യണം, 3 കൂടി ഒരൊറ്റയടിക്ക് കൊന്നാലോ എന്ന് തോന്നിപ്പോയി. എന്നാൽ അവന് മര്യാദകേട് കാണിച്ചില്ല. അവൻ വാതിൽ തുറന്നപ്പോൾ കണ്ട ആ കാഴ്ച, ആ ഇതാണ് മൈ ബോയ് ഫ്രണ്ട്, അതായത് അനീഷ്. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും കേരളത്തിൽ നിന്നാണ് വന്നത്. ഓക്കെ, അങ്ങനെ ഓരോ തമിഴും ഇംഗ്ലീഷും മലയാളമൊക്കെ കൂടി പറഞ്ഞ് ഇടപഴകിയ രീതിയിൽ ഓരോ സംസാരവും കാര്യങ്ങളും അവർ യാ 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 എന്ന് പറഞ്ഞ് ചിരിക്കണം ഒക്കെ ഉണ്ട്. എന്നാൽ അവനത് താങ്ങാൻ കഴിഞ്ഞില്ല. അവൻ പെട്ടെന്ന് കിച്ചണിലേക്ക് എത്തി. എന്ത് പറയാൻ, ആരോട് പറയാൻ, എന്ത്. എന്നാൽ അതിനിടയ്ക്ക് അപ്പോഴേക്കും അവൾ വിളിച്ചു കൊണ്ടുവന്നു, അനീഷ് പ്ലീസ് ഞങ്ങൾക്ക് ടീ കൊണ്ടുവരും. സ്ട്രോങ് ടീ ആണ് വേണ്ടത്. യാ, സ്ട്രോങ് ടീ. അങ്ങനെ അതാ അവർക്ക് 3 പേർക്കുള്ള ചായ കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിക്കുന്നു. അനീഷ് ശരിക്കും പെട്ടു എന്ന് അവന് മനസ്സിലായി. ഞാനെന്താ ഇവിടുത്തെ വേലക്കാരനോ, അവർക്ക് വേണ്ട ചായയും വെള്ളവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നു. എന്നാൽ അവൻ വൈകി. അനീഷ്, ഫ്രിഡ്ജിൽ പാലില്ലേ, പാലെടുത്ത് നല്ലൊരു ബ്രൂ ആയാലും കുഴപ്പമില്ല. അവൾ ഓരോന്ന് വിളിച്ച് പറയുന്നു. അപ്പോഴേക്കും അവൾക്ക് ഇവിടെ ആൾക്കാർ സെറ്റപ്പായി. ഇതെന്ത് ജന്മ, എവിടെ പോലെ ആൾക്കാരാണ്. ഇന്നലെ ഡാൻസ് ബാറിൽ പോയ ജന്തുക്കളാണ്. നാശം. ഇപ്പോൾ ഇവരിവിടെ നിന്നോട്ടെ, എനിക്ക് സ്ഥലം വിടുകയാണ് നല്ലത്. അല്ലാതെ ഒരിക്കൽ പോലും ഇവളെ കൂടെ ജീവിച്ചാൽ അത് ശരിയാവില്ല. അവന് മനസ്സിലായി. എന്താ അനീഷ് പ്ലീസ്. എന്നാൽ വീണ്ടും അവള് ആർത്തട്ടഹസിക്കുകയാണെന്ന് മനസ്സിലായ അവനതാ പെട്ടെന്ന് തന്നെ 3 ഗ്ലാസ് കോഫി ഉണ്ടാക്കി കൊടുക്കുന്നു. യു സെർവൻറ്റ്? നോ സെർവൻറ്റ്, മൈ ബോയ് ഫ്രണ്ട്. ഓക്കെ, മൈ ബോയ് ഫ്രണ്ട് ഈസ് മൈ സെർവൻറ്റ്. ഓക്കെ. ശരിക്കും അവരത് കേട്ടപ്പോൾ ചിരിച്ചു. അതെ, എൻ്റെ ഫ്രണ്ട് തന്നെ എൻ്റെ സെർവൻ്റാണ്, എൻ്റെ വേലക്കാരനും എൻ്റെ ഫ്രണ്ടാണ്. അതാണ് അവൾ പറഞ്ഞത്. എന്നാൽ അത് കേട്ടപ്പോൾ അവർ ചിരിക്കുന്നത് കണ്ട് അവന് തീരെ പറ്റിയില്ല. അനീഷിന് ആ നിമിഷം തന്നെ തോന്നിപ്പോയി ഇവിടം വിട്ട് പെട്ടെന്ന് കഴിച്ചിലാകണം എന്നുള്ളത്. പക്ഷേ എൻ്റെ ഫോണിലേക്ക് വരെ വിളിക്കുന്നുണ്ടാവും. ഫോണൊക്കെ അവരുടെ വീട്ടിലെ കിണറ്റിലാണ് തള്ളിയിരിക്കുന്നത്. എൻ്റെ ഒരു ബുദ്ധിമോശം. അത് അമ്മയുടെയും അച്ഛൻ്റെയും കണ്ണീര് കുടിപ്പിച്ചുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അവൻ എനിക്ക് വേണ്ടി എത്രമാത്രം കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടാവും. സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടാവും. ഫോണിലേക്ക് വിളിച്ചിട്ടും കാര്യമില്ല. അത്രക്കും ദൂരെ ഇങ്ങോട്ട് പോന്നില്ലേ. എത്ര ദൂരത്തപ്പം ഞങ്ങൾ നിൽക്കുന്നത് കണ്ടില്ലേ. ഇവിടുത്തെ ആളുകൾക്ക് മലയാളം അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല, തമിഴും അറിയില്ല, തെലുങ്കാണോ എന്താ അറിയില്ല, എന്തൊക്കെയോ ഒരു മിക്സ്ഡ് ഭാഷ. ഫുഡൊക്കെ എന്തായാലും വാങ്ങിയെടുക്കുക, ആ ക്യാഷ് കൊടുക്കുക എന്നല്ലാതെ ബാക്കി എന്താണ് എത്രയാ ഒന്നും ചോദിക്കാനൊരു കറക്റ്റ് ഐഡിയ ഇല്ല. എന്തെങ്കിലും ഇംഗ്ലീഷ് ഒപ്പിച്ച് ചോദിച്ചാൽ ചിലർക്ക് മറുപടി ഉണ്ടാവും, അല്ലാത്തവർ മുഖത്തേക്ക് നോക്കും. അങ്ങനെ വല്ലാത്തൊരു പുതുമ. ചിരിയും കളിയും പൊട്ടിച്ചിരിയുമായി അതാ അവർ ചായ കുടിച്ച് വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അത് അനീഷിന് തീരെ അങ്ങ് പിടിച്ചില്ല. അവളെ വിശ്വസിച്ച് ഞാൻ അവളുടെ കൂടെ പോന്നു, അവളെയും കൂട്ടി. ഇപ്പോഴാ അവൾ വേറെ ആൾക്കാരുമായി. അവളുടെ ഭർത്താവുമായി ആദ്യം പിരിഞ്ഞു. അങ്ങനെ എത്രയെത്ര ആളുകൾ. ഞാൻ എന്താ അവളുടെ ആ ഒരു മഞ്ഞ കളറിൽ കണ്ട് ലയിച്ചു പോയതാണോ എനിക്കറിയുന്നില്ല. ഇവള് ഒരിക്കൽ പോലും സമ്മതിക്കാൻ പാടില്ലത്. എൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ എൻ്റെ പെണ്ണായി ജീവിക്കുക, അല്ലാതെ മറ്റുള്ളവരുമായി ഇടപഴകാൻ ഞാനൊരിക്കലും സമ്മതിക്കില്ല. ശരിക്കും അനീഷിന് ദേഷ്യമാണ് ഹസീനയോട് തോന്നിയത്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ബൈ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് അതാ അവർ പോയി. എന്നാൽ അനീഷ് ദേഷ്യത്തോടെ ഇരിക്കുകയായിരുന്നു ആ റൂമിൽ. അനീഷ്, എന്തൊരു മൂഡ് ഓഫ്? എന്താ മൂഡ് ഓഫ്? ബേബി പ്ലീസ് എൻ്റെ മുഖത്തോട്ട് നോക്കിക്കേ. അതെ, ഫ്രണ്ട്സാണ്. ഇന്നലെ കുറച്ച് സമയം അനീഷ് പുറത്തു പോയല്ലോ. ആ സമയത്ത് ബാറിൽ നിന്ന് പരിചയപ്പെട്ടതായിരുന്നു. ഓ, അവരായിരിക്കും നിനക്ക് നന്നായിട്ട് ഒഴിച്ചു തന്നല്ലേ. എന്തൊക്കെയാ പറയുന്നത്? ഞാൻ സർബത്ത് കുടിച്ചിരുന്നു. സർബത്ത് അടിച്ചു ഞാൻ. അനീഷ്, നീ എന്തിനോട് റോങ് ആയിട്ട് സംസാരിക്കുന്നത്? അതെ, നീ ഇല്ലെങ്കിലും എനിക്ക് ഇവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ട്, മനസ്സിലായല്ലോ. എടി, ഞാൻ നിന്നെ വിശ്വസിച്ച് നിൻ്റെ കൂടെ പോന്നു. ഇപ്പം നീ എന്നെ ചതിക്കാനുള്ള പരിപാടിയാണല്ലേ? അതെ, അനീഷ് അത്ര പൊട്ടനല്ല. നിന്നെ അങ്ങ് ഞാൻ നേരിട്ട്. അനീഷ്, നീ എന്നെ പേടിപ്പിക്കല്ലേ. നിന്നെ ഏത് നിമിഷവും പോലീസ് പൊക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, നീ ചെയ്ത് കാട്ടിക്കൂട്ടിയ ഓരോ കള്ളത്തരങ്ങൾക്കൊക്കെ. സത്യം പറ, എവിടെ നിന്നാണ് നിനക്ക് ക്യാഷ് കിട്ടുന്നത്? അതിൻ്റെ ഉറവിടം തപ്പി നടക്കുകയായിരിക്കും അവർ. പക്ഷേ
അത് നിന്റെ കസ്റ്റഡിയിലാണെന്നുള്ള കാര്യം കേരള പോലീസ് അറിഞ്ഞിരിക്കില്ല. ഒരുപക്ഷെ അറിഞ്ഞാൽ എവിടെ ചെന്നും പൊക്കും. അനീഷ് എന്താ ഇങ്ങനെയൊക്കെ? അപ്പോഴൊക്കെ എന്നോട് ദേഷ്യപ്പെട്ടോ? നല്ല രീതിയിലാണെങ്കിൽ അനീഷ് നല്ല രീതിയിൽ, അല്ലെങ്കിലേ ഒന്നും ഉണ്ടാവില്ല. പിന്നെ മനസ്സിലായല്ലോ? കേരളത്തിലേക്കാണ് ചെന്ന് കൊടുക്കാൻ കാത്തിരിക്കാൻ, ലോക്കപ്പിലിട്ട് നല്ല ഇടി തരും നിനക്ക്. അതാ അനീഷ്, എന്നെ നീ വല്ലാതെ ദേഷ്യപ്പിടിപ്പിക്കണ്ട. നീ ഇവിടെ കഴിയുന്ന ചിലവൊക്കെ എൻ്റെ ക്യാഷ് കൊണ്ടാണ്, അത് നീ മനസ്സിലാക്കണ്ട. ഇത്രയും വലിയ പഞ്ചനക്ഷത്ര ഹോട്ടൽ എടുക്കാൻ കാരണവും എൻ്റെ ക്യാഷാണ്, അല്ലാതെ ഒരിക്കലും നിൻ്റെതല്ല. നിനക്ക് നിൻ്റേതായിട്ട് എന്തുണ്ട്? അതെ, ഞാൻ ഞാൻ ജോലിക്ക് വേണ്ടി പഠിക്കുകയായിരുന്നല്ലോ, അതിനിടയിലല്ലേ നീ കയ്യും കണ്ണും കാണിച്ച് എന്നെ അങ്ങോട്ട്. ഓ, പിന്നെ ഇപ്പം ഞാനായി കുറ്റക്കാരൻ. അത് ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ അങ്ങനെ വന്നപ്പോൾ കൂടെ പോന്നിട്ട്. എന്തിനാടി? നീയല്ലേ പറഞ്ഞ് നമുക്ക് നാട് വിടാമെന്നുള്ളത്? നീയല്ലേ എന്നെ വിളിച്ചു വരുത്തിയത്? എൻ്റെ പാവപ്പെട്ട അമ്മയും അച്ഛനും എനിക്ക് ഇവിടെ കാത്തിരിക്കുന്നുണ്ടാവും. നീയായിട്ടല്ല, നിൻ്റെ കൂടെയല്ലേ ഞാൻ വന്നത്. എന്നിട്ടിപ്പോൾ എന്തായി? നീ ഇപ്പം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. വേണ്ടാത്തതെല്ലാം കാട്ടിക്കൂട്ടിയിട്ട് എന്നെ നിൻ്റെ ചതിയിൽ പെടുത്തിയിട്ട്. ഓഹോ, അനീഷ് അത്രക്കും എന്നോട് ദേഷ്യത്തിലാണോ? അനീഷ്, ഞാനൊന്ന് വിരലിനൊടിച്ചാൽ നിൻ്റെ എല്ലാം അങ്ങ് നഷ്ടപ്പെടും, മനസ്സിലായല്ലോ? പണത്തിൻ്റെ മേലെ പരുന്തും പറക്കില്ലടാ. എന്ന് ഞാൻ പണക്കാരിയാണ്, നീ എൻ്റെ കീഴിലാണ് നിൽക്കേണ്ടത്. എന്തായാലും കുഴപ്പമില്ല, പക്ഷേ അന്യ ആണുങ്ങളെ ഈ വീട്ടിലേക്ക് നീ പ്രവേശിപ്പിക്കാൻ പാടില്ല, ഈ റൂമിലേക്ക്. ഓഹോ, അങ്ങനെ. അനീഷ്, പിന്നെയുണ്ടല്ലോ, അത് എൻ്റെ ഫ്രണ്ട്സ്. ഓക്കെ, റിയൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവർ നമ്മുടെ സുഖത്തിലും സന്തോഷത്തിലും കൂടെ ഉണ്ടാവുന്നവരാണ്. നിനക്ക് ഇപ്പോൾ പലരുമായി ബന്ധമായല്ലേ? അങ്ങനെ പറയരുത്. അതായത് ഫ്രണ്ട്ഷിപ്പ് ഈസ് ഗുഡ് ഷിപ്പ് എന്നാണല്ലോ. അതായത് നല്ലൊരു ഫ്രണ്ടിനാണ് നല്ല ഫ്രണ്ട്ഷിപ്പും കിട്ടുള്ളൂ. നീ എന്തൊക്കെയാണ് അസംബന്ധം പുലമ്പുന്നത്? അതെ, ഞാൻ ഒരു കാര്യം പറയാം, ഈ റൂമിലേക്ക് നീ ആരെയും പ്രവേശിപ്പിക്കാൻ പാടില്ല, എനിക്കത് ഇഷ്ടമല്ല. അനീഷിൻ്റെ ശബ്ദം അതാ ഉച്ചത്തിലായിരുന്നു. അനീഷ്, സൈലന്റ് പ്ലീസ്. ദയവായി നീ ഇങ്ങനെ എന്നെ ഇത്രമാത്രം നീ ടെൻഷനാക്കല്ലേ. അതായത് നീ ഇവിടെ വെറും 0 വിലയാണ് നിനക്ക്, കാശില്ലാത്തവന് വിലയില്ല. 0. അതായത് ഫുഡ് വാങ്ങാൻ പോകാൻ ക്യാഷ് ഞാൻ തരണം, പിന്നെ വീടിന് വാടക കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വള കൂരണം. അങ്ങനെയല്ലേ? എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ടായതുകൊണ്ട് ആ വള എനിക്ക് തിരിച്ചു കിട്ടി. അങ്ങനെ ഓരോന്ന് ഊരി ഊരി നിൻ്റെ കൂടെ പോയി ലാസ്റ്റ് എല്ലാം ഊരി ആളുകൾക്ക് കൊടുക്കേണ്ട അവസ്ഥയായി വരും എനിക്ക്. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള സിറ്റുവേഷൻ. പക്ഷേ അതിനു മുമ്പായിട്ട് ചില ബന്ധങ്ങളൊക്കെ ഒന്ന് വളർത്തിയെടുക്കണ്ടേ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? അവർ വന്ന് എന്തിനാന്ന് വെച്ചാൽ എനിക്ക് അവിടെ ഒരു ജോലി തരാനാണ്. ജോലിയോ? അതെ, ബാക്കിയുള്ള സ്വർണം ഊരുമ്പോഴേക്കും എനിക്കൊരു ജോലി അവിടെ സെറ്റ് ആവണമല്ലോ. എന്ത് ജോലി? അതെ, ഞാനവിടെ ആളുകൾ വരുമ്പോഴേ ഡാൻസ് കളിക്കുക, അവർക്ക് വേണ്ടി ഞാൻ സന്തോഷത്തോടെ പാനീയങ്ങൾ നൽകുക. ആ ഒരു ഇന്നലെ അവർ കണ്ടപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ട് എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതാണ്. എന്നിട്ടാണ് എനിക്ക് വേണ്ടി ഒരു റിക്വസ്റ്റ് വന്നത്. അതായത് നീ അവിടെ കളിക്കാൻ തയ്യാറാണോ, നിങ്ങൾക്കതിനുള്ള സാലറി തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ, പറ്റൂലേ? അതെ, എനിക്കിഷ്ടമല്ല നീ അങ്ങനെ പോകുന്നത്. അന്യ ആണുങ്ങളുടെ മുമ്പിൽ നീ നിൻ്റെ നഗ്നത പ്രദർശിപ്പിക്കാനാണോ നീ ഡാൻസ് കളിക്കാൻ പോകുന്നത്? അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഡ്രസ്സ് ഉണ്ടാവുമല്ലോ, നല്ല ചെറിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവരുടെ മുമ്പിൽ നാല് ഡാൻസ് കളിച്ച് അവരൊന്ന് സന്തോഷത്തോടു കൂടി ആ പാട്ടിനനുസരിച്ച് അവരോട് കൂടി നൃത്തം ചെയ്ത് അങ്ങനെ. എന്താ? എന്നാൽ അനീഷിൻ്റെ രക്തം തിളച്ചു കയറി. ഹസീന, നീ ഒരു മുസ്ലിം പെണ്ണല്ലേ, നിനക്കതൊക്കെ യോജിക്കൂ? ഓ, ഒരു ഹിന്ദുവിൻ്റെ കൂടെ ചാടിപ്പോന്ന് എനിക്കാണോ ഇപ്പോൾ ഒരു ഡാൻസ് കളിച്ച് മറ്റുള്ള ആണുങ്ങളൊക്കെ ഒരു സുഖം പകരാൻ ഇത്ര വലിയ തെറ്റ്? അതെ, ഞാൻ ഏതായാലും തെറ്റ് ചെയ്തതാണ്, വലിയ തെറ്റ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ചെയ്യുകയാണെങ്കിൽ എന്നാൽ പിന്നെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ചെയ്തൂടെ? എനിക്ക് ക്യാഷ് കിട്ടുമല്ലോ. അത്യാവശ്യം ക്യാഷ് ഇപ്പം നിൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നില്ലേ? ഓ, അതൊക്കെ ഏത് സമയം നിലച്ചു പോവും. അപ്പോഴേക്കും എനിക്ക് ഈ ഡാൻസ് ബാറിലൊരു ജോലി കിട്ടിയാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം നല്ല ഓർണമെൻറ്റ്സും നല്ല ഡ്രസ്സും എല്ലാം അണിഞ്ഞ് അവരുടെ മുമ്പിൽ ഇങ്ങനെ പളപള മിന്നുന്ന ഡ്രസ്സൊക്കെ ഇട്ട് ആര് വരുമ്പോഴും സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് അവർക്ക് നല്ല പാനീയങ്ങളൊക്കെ നൽകി. എന്തിനീ പാനീയം എന്ന് പറഞ്ഞ് കള്ളെന്നോട് പറഞ്ഞാൽ പോരെ. നോ ഡ്രിങ്ക്സ്, അങ്ങനെ പച്ച മലയാളത്തിൽ പറയാൻ പാടില്ല. അതൊക്കെ കൊടുത്ത് വലിയ വലിയ കോടീശ്വരന്മാരാണ് അങ്ങോട്ട് വരിക. ജസ്റ്റ് അവരുടെ കൂടെ ഒരു നൃത്തം, അത് മതി. അവരുടെ കയ്യൊന്ന് ജസ്റ്റ് പിടിച്ച് ഒരു കറക്കം, അതൊക്കെ അവർക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമല്ലേ. ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് എന്നെ ക്ഷണിച്ചിട്ടുള്ളത്. അതായത് എൻ്റെ പെർഫോമൻസ് അങ്ങനെ ആയതുകൊണ്ട്. അപ്പോൾ നീ എവിടെ ഇല്ലായിരുന്നു, നീ പുറത്തു പോയി എപ്പോഴേക്കും. എന്താന്നില്ലേ,
ശരിക്കും അതാ അനീഷിന് എന്ത് പറയണമെന്നായിപ്പോയി. ഹസീന, ഒരിക്കൽ പോലും എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല. അതായത് നീ അത്രക്കും വൃത്തികെട്ട ജന്മമാണ് നിൻ്റേത്. നിൻ്റെ കൂടെ ജീവിച്ചാൽ എനിക്ക് എയ്ഡ്സ് വരും, എനിക്ക് അസുഖം വരും. ഓ പിന്നെ പറയുന്ന ആൾ ഇത്ര കെങ്കേമനാണല്ലോ. എന്തൊക്കെ തന്നെയായാലും മുസ്ലിമായൊരു പെണ്ണിൻ്റെ കൂടെ നീ ഇറങ്ങിപ്പോന്നില്ലേ? നിൻ്റെ ചരിത്രം എനിക്ക് കുറേയൊക്കെ അറിയാം. ആഹാ, നീ അത്ര അതെ, നീ എന്നെ കൂടുതൽ പഠിപ്പിക്കരുത്. ഞാൻ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. നിൻ്റെ കൂടെ കൂടിയതിന് ശേഷം മാത്രമാണ് ഞാൻ തെറ്റ് ചെയ്തത്. അല്ലാതെ ഒരിക്കൽ പോലും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അനീഷ്, വേണ്ട, വല്ലാതെ പറയണ്ട. എൻ്റെ ഉമ്മ കുഞ്ഞിക്കദ്യ ഇപ്പോൾ ജയിലിലാണ്. എനിക്ക് ജയിലിൽ കിടക്കാൻ ഒരു പേടിയില്ല. പക്ഷേ എനിക്ക് എൻ്റെ ജോലിക്ക് പോകണം, അത് നിർബന്ധമാണ്. അതെനിക്ക് ഇഷ്ടമല്ല. എനിക്കൊരിക്കൽ പോലും അതിന് സമ്മതമല്ല. ഞാൻ നിന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുവന്ന സ്ഥലത്ത് തന്നെ എത്തിച്ചു തരാം. എന്നിട്ട് ഞാൻ പോലീസിൽ പോയി കീഴടങ്ങിക്കോളാം. അല്ലാതെ നിന്നെ എനിക്ക് കൊണ്ടു നടക്കാൻ കഴിയില്ല. അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു. എന്താ അനീഷ്, എൻ്റെ സുഖം സന്തോഷം നിനക്ക് ഇഷ്ടമല്ല അല്ലേ? അനീഷ് പോകണമെങ്കിൽ പോയിക്കോ, നോ പ്രോബ്ലം. എനിക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ല. എനിക്ക് ഇവിടുത്തെ ഡാൻസ് ബാറും ഇവിടുത്തെ ഈ പഞ്ചനക്ഷത്ര ഹോട്ടലുമാണ് എനിക്ക് ബെസ്റ്റ്. അല്ലാതെ അനീഷിൻ്റെ കൂടെയുള്ള ജീവിതം അത്ര സക്സസ് ഒന്നുമല്ലല്ലോ. പണമില്ലാത്തവരുടെ കൂടെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് അത് ഇതുപോലുള്ള ഹോട്ടൽ ഉടമകളുടെ കൂടെ, ഇവിടുത്തെ കോടീശ്വരന്മാരുടെ കൂടെയൊക്കെ ഓരോ ദിവസം പങ്കിട്ട് ജീവിക്കുന്നതാണ്. അനീഷ് വേണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയിക്കോ. എന്നാൽ അത് കേട്ടപ്പോൾ അവൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. ഞാനായിട്ടാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്, പക്ഷേ എന്നെ നീ തിരിച്ചങ്ങോട്ട് തന്നെ എത്തിപ്പിക്കാനാണോ? അതിനെന്താ, എനിക്ക് നോ പ്രോബ്ലം. അല്ലെങ്കിൽ നിൻ്റെ അടുത്ത് എന്ത് കിട്ടാനാ? എനിക്ക് നിന്നെയൊന്നും വേണമെന്നൊന്നുമില്ല. ഇവിടെ എനിക്ക് മനസ്സിലായി, എൻ്റെ കൂടെ നീ രക്ഷപ്പെടാൻ വേണ്ടി ഒളിച്ചോടി പോന്നു. നീ അതിനെന്താ, ഞാൻ ഇഷ്ടംപോലെ നിങ്ങൾക്ക് പൈസ തന്നില്ലേ, ഇഷ്ടംപോലെ സ്വർണം തന്നില്ലേ, ഇനി എന്താ? എന്നാലും ഇത്രമാത്രം ചതിക്കാൻ പാടില്ല ഒരു മനുഷ്യരെയും. ഇപ്പോൾ നീ എന്നെക്കാളും പണമുള്ളവരെയൊക്കെ കണ്ടപ്പോൾ അവരുടെ കൂടെ കൂടുകയാണ്. നിനക്ക് ലക്ഷ്യം പണം മാത്രമാണ്. അപ്പോൾ ആ നാട്ടിൽ നിന്ന് ഒളിച്ചോടുവാനും ജയിലിൽ പോകാതിരിക്കാൻ, പോലീസിൻ്റെ കണ്ണിൽ പെടാതിരിക്കുവാനും വേണ്ടി മാത്രമുള്ള ചെറിയൊരു നമ്പറായിരുന്നു അല്ലേ ഞാൻ? അതെ അതെ, സത്യമായിട്ടും നിന്നോടുള്ള അത്യധികമുള്ള സ്നേഹം കൊണ്ടോ ഇഷ്ടം കൊണ്ടോ അല്ല ഞാൻ അവിടെ നിന്ന് ചാടിപ്പോന്നത്. ഒരിക്കൽ പോലും ഞാൻ പോന്നത് സത്യമായിട്ടും അതെ, അവിടെ നിന്ന് രക്ഷപ്പെടുക, ജയിലിൽ കിടക്കാനാവില്ല, പോലീസിൻ്റെ തല്ല് കൊള്ളാൻ എനിക്കാവില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് നിൻ്റെ കൂടെ രക്ഷപ്പെടുക, നിന്നോടുള്ള സ്നേഹം നടിച്ചങ്ങ് പോന്നു. എന്താ, എന്നാലും നിനക്ക് ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടിയില്ലേ? സുഖസുന്ദരമായി കഴിഞ്ഞില്ലേ ഇത്രയും ദിവസം? ഇനി ഞാൻ എൻ്റെ സുഖത കുറച്ച് നോക്കട്ടെ. ഹസീന, നീ ഇത്രക്കും വൃത്തികെട്ടവളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചു നിൻ്റെ സ്നേഹം സത്യമാണെന്ന്. അതെ, നിൻ്റെ ഉമ്മ അവിടെ ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതെ, നീയും അതിന് അർഹത തന്നെയാണ്. ഇത്രക്കും ഒരാളെ ചതിക്കാൻ പാടില്ല. നിനക്ക് വേണ്ടി എൻ്റെ അമ്മയും പപ്പയും ഒക്കെ ഉപേക്ഷിച്ച് ഞാൻ നിൻ്റെ കൂടെ വന്നു. ഇപ്പം നീ എന്നെ ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ കൂടെ പോവുകയാണല്ലേ? ശരിക്കും അവൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് അവൾ ചിരിക്കുകയായിരുന്നു. യോ ബേബി, ദേഷ്യപ്പെടല്ലേ. എന്താ നീ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ? പിന്നെ കേരളത്തിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ കാര്യമൊന്നും പറയരുത്. ഞാനിവിടെ ഓക്കെയാണ്, ഞാനിവിടെ സക്സസ് ആണ്. അതെ, ഒരു കോൾ വരുന്നു കേട്ടോ. ഓക്കെ. ഹായ്, ഹലോ. ആ ഡിയർ, ഇന്ന് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, വരുമോ? എത്താൻ പറ്റുമോ? ഒരു 2 മണിക്കൂർ കയറി വന്നാൽ. ഓക്കെ, നോ 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 പ്രോബ്ലം. ഓക്കെ, തീർച്ചയായും. ഓക്കെ 8 o'clock. ഓക്കെ, ഓഫ് കോഴ്സ്, യെസ്. ശരിക്കും അത് കേട്ട് അവൻ ചോദിച്ചു, ആരാടി വിളിച്ചത്? അത് ബാറിൽ നിന്നാണ്, ഡാൻസ് ബാറിൽ നിന്ന്, 5 സ്റ്റാർ ഹോട്ടലിലെ ബാറിൽ നിന്ന്. അതായത് ഇന്ന് സ്പെഷ്യൽ 2 ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 2 മണിക്കൂർ, 2 പറഞ്ഞ് 2 പറഞ്ഞാൽ 4 അവരുടെ മുമ്പിലൊന്ന് ജസ്റ്റ് ഡാൻസ് ചെയ്യുക, അവരൊന്ന് കൈപിടിച്ച് സ്വീകരിക്കുക, അവർക്കുള്ള ഡ്രിങ്ക് കൊടുക്കുക. അതേ ഉള്ള എനിക്കുള്ള ഡ്യൂട്ടി. എന്നാൽ അവന് ദേഷ്യം അടിച്ചു കയറി. ഇന്ന് നീ പോവണ്ട. അനീഷ്, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഹസീന ഇന്ന് പോകണ്ട ആ ബാറിലേക്ക് ഡാൻസ് കളിക്കാൻ. നീ ചെയ്യുന്നത് തികച്ചും തെറ്റാണ്. ഓ പിന്നെ നമ്മൾ ചെയ്യുന്നത് പിന്നെ തെറ്റല്ല, നമ്മൾ പിന്നെ നല്ല ഹലാലായ രീതിയിലാണല്ലോ ഇവിടെ താമസിക്കുന്നത് അല്ലേ? അതൊന്നും എനിക്കറിയണ്ട, ഹലാലാണെന്നോ ഹറാമാണെന്നോ. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്,
നീ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നീ വലിയൊരു ചതിയിലേക്കും പെടുക. പിന്നെ മൂങ്ങിയിട്ട് കാര്യം ഉണ്ടാവില്ല. നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ ജീവിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടുവിട്ട് തരാം. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്നിട്ട് വരെ എന്നെ പോലീസ് പിടിച്ച് ജയിലിലടക്കാൻ അല്ലടാ, അതല്ല നിൻ്റെയൊക്കെ താല്പര്യം. അതിന് ഹസീന ഒരുക്കമല്ല. ഹസീന അങ്ങേ ചാടി ചാടി നടക്കും എവിടെ വെച്ചാൽ. എനിക്ക് എൻ്റെ കുടുംബമോ അല്ലെങ്കിൽ എൻ്റെ ഉമ്മയോ എൻ്റെ അനിയത്തിമാരോ നോ പ്രോബ്ലം. എനിക്ക് എൻ്റെ ഇഷ്ടം പോലെയുള്ള ജീവിതമാണ് വലുത്. മനസ്സിലായല്ലോ? പിന്നെ നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. അതും പറഞ്ഞുകൊണ്ട് അതാ അവൾ പറഞ്ഞു കേൾക്കാതെ അതാ ആ ഒരു മോഡേൺ ഡ്രസ്സെല്ലാം ധരിക്കുന്നു. ശരിക്കും അനീഷിന് ഒരൊറ്റ അടിക്ക് കൊല്ലാനാണ് തോന്നിയത്. അത്രക്കും മോശമായ രീതിയിൽ നഗ്നമായ ശരീരമെല്ലാം പകുതി കാണിച്ചുകൊണ്ട് അവൾ ഐഹീൽ ചെരുപ്പുമിട്ട് അതാ കുണുങ്ങിക്കൊണ്ട് ഇറങ്ങി. ബേബി ഓക്കെ ബൈ എന്ന് പറഞ്ഞു അവൾ ഒരു ഓട്ടോ വിളിച്ച് പോകുവാൻ നിന്നപ്പോഴേക്കും അതാ അവിടേക്ക് ഒരു കാർ വന്ന് നിൽക്കുന്നു. ശരിക്കും നല്ല ലക്ഷറി കാറ്. ആ കാറിൽ അവൾ കയറിപ്പോകുന്നത് കണ്ട് ഒരു നിമിഷം അതാ അനീഷ് ഞെട്ടിപ്പോയി. ഈ സെറ്റപ്പൊക്കെ അപ്പോഴൊക്കെ ഇത് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടോ, വല്ലാത്തൊരു കഷ്ടം തന്നെ. അവനും ദേഷ്യം കൊണ്ട് അലറി വിളിച്ചു. അതെ, തൻ്റെ തെറ്റ്, തൻ്റെ മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഈ പെണ്ണിൻ്റെ കൂടെ വന്ന ശിക്ഷയാണ് എനിക്കിത്. ഇത്രക്കും മോശപ്പെട്ടതാണ് ഇവർ എന്ന് ഞാൻ അറിഞ്ഞില്ല. ഇവരും ഇവരുടെ തള്ളയും എല്ലാം ഒരുപോലെയാണെന്ന് തോന്നുന്നു. ഏത് നിമിഷത്തിലാണ് ഞാൻ ഇവളുടെ വലയിൽപ്പെട്ടത് എനിക്കറിയുന്നില്ല. അതെ, അവൾ രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള കെണിയൊരുക്കിയതായിരുന്നു എനിക്ക് വേണ്ടി. ചതിയാണ് ചതി. എന്നെ ചതിച്ചപ്പോൾ മറ്റുള്ളവരുടെ കൂടെയാണ് അവൾ നടക്കുന്നത്, കറങ്ങുന്നത്. അവനക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. എന്തായിത്തീരും ഹസീനയുടെ ഇനിയുള്ള ജീവിതം? അനീഷ തിരിച്ച് നാട്ടിലേക്ക് വരുമോ? ഹസീനയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പോലീസിനോട് പറയുമോ? അതെ, അവളെ പൊക്കാൻ അത് പെട്ടെന്നൊരു കാരണമാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.